കർഷകരോഷമുയർത്തി പാലക്കാട് ബി.ജെ.പി. കർഷക മോർച്ചയുടെ ട്രാക്ടർ റാലി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, എൻ.ഡി.എ സ്ഥാനാർത്ഥി സി. കൃഷ്ണകുമാർ, സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റാലി സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിച്ച അനുപാതത്തിൽ സംസ്ഥാനവും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റാലി. കർഷക വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ പാത്തിക്കലിൽ നിന്നാണ് ബി.ജെ.പി. കർഷക മോർച്ചയുടെ ട്രാക്ടർ റാലി ആരംഭിച്ചത്. നെല്ലിന് കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും സംഭരണം കൃത്യമായി നടത്താത്തതും താങ്ങുവില വിതരണത്തിലെ അലംഭാവവും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നടത്തിയ റാലി സിനിമാ താരം കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി കുട്ടനാട്ടിൽ നിന്ന് വന്ന് ഒരു പണിയില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നവരല്ലായിരുന്നത്. ഞങ്ങൾ ഈ കുട്ടനാട്ടിലും അതുപോലെ ഈ പാലക്കാട്ട് ഇപ്പോൾ നെൽകൃഷി കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് കൃഷ്ണകുമാർജിയും അതുപോലെയുള്ള സ്ഥാനാർത്ഥികളും എല്ലാം പങ്കെടുത്ത് സപ്ലൈകോയിൽ വെച്ച് ഒരു സമരം നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ നെല്ലെടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ടും ചേലക്കരയും പോലെയുള്ള സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് ആ നെല്ല് അവിടെ കിടക്കുകയാണ്. ആ നെല്ലെടുക്കാൻ പോലും തയ്യാറാവാത്ത സർക്കാർ, മന്ത്രിയൊക്കെ ഇങ്ങോട്ടൊന്നും വരുന്നില്ല, മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം കാർഷിക കാര്യങ്ങൾ ചോദിക്കുമെന്നുള്ളതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകും. എൻ.ഡി.എ സ്ഥാനാർത്ഥി സി. കൃഷ്ണകുമാർ, ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. പാലക്കാട്ടെ കർഷകർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും എൻ.ഡി.എ വിജയിച്ചാൽ നിയമസഭയിൽ കർഷകരുടെ ശബ്ദമാകുമെന്നും നേതാക്കൾ പ്രതികരിച്ചു. ഇവിടുത്തെ കർഷകരെ നിങ്ങൾക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് പാലക്കാട് എം.പിക്കും പാലക്കാട് എം.എൽ.എ ആയിട്ടുള്ള ഷാഫി പറമ്പിലും അന്ന് കർഷകരോട് പ്രേമം തോന്നിയതും ഒരു ജാഥ നടത്തിയതും. ഇപ്പൊ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു, നിങ്ങളുടെ കർഷക പ്രേമം പുറത്തു വന്നിരിക്കുക. ഈ പാലക്കാട്ടെ കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത് എവിടെയാണ്? നിയമസഭയ്ക്ക് അകത്തല്ലേ? ഞങ്ങൾ ഇത്തവണ തീരുമാനമെടുത്തിട്ടുള്ളത് പൊതുസമൂഹത്തോട് ഞങ്ങൾ യാചിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയാണ്. എന്താണ്? കേരള നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ.ഡി.എയുടെ വിശിഷ്യായി ഇവിടുത്തെ കർഷകരുടെ, ഇവിടുത്തെ വേദനിക്കപ്പെടുന്നവരുടെ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ അവരുടെ വികാരത്തെ ആ നിയമസഭയ്ക്കകത്ത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് മുന്നോട്ട് ആനയിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ മാതൃകാ സമരത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. പിരായിരി അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം സമാപിച്ച റാലി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ വഞ്ചനയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഈ മണ്ഡലത്തിൽ അലയടിക്കും. കണ്ണാടിയിലും മാത്തൂരിലും പിരായിരിയിലും കർഷകർ കൂട്ടത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കർഷക വിഷയങ്ങളിൽ ബി.ജെ.പി. ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ജനം, പാലക്കാട്.